വരുണിനെ സംബന്ധിച്ചിടത്തോളം വിദേശത്തൊക്കെ പോകുന്നത് എളുപ്പമായിരിക്കും അല്ലേ മോളെ? വരുൺ അവിടെ ഒരുപാട് ബന്ധങ്ങളുണ്ട് അച്ഛാ, അതുകൊണ്ട് ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഒരു കണക്കിന് അത് നന്നായി. നാട്ടിൽ തന്നെ എന്തെങ്കിലും നോക്കുകയാണെങ്കിൽ അവരുടെ ശത്രുത പിന്നെയും കൂടും. എന്തിനാ വെറുതെ വീണ്ടും വഴക്കും പ്രശ്നമൊക്കെ? മോളെ, നിന്നോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. എന്നാലും അമ്മയ്ക്കൊരു കടമയുണ്ടല്ലോ. ഭർത്താവ് ഒരു പ്രശ്നത്തിൽ ചെന്ന് ചാടുമ്പോ അയാളെ വാക്കുകൊണ്ട് പോലും ബുദ്ധിമുട്ടിക്കില്ലെന്ന് ഭാര്യയ്ക്കൊരു തീരുമാനം വേണം. അവർക്കൊരു താങ്ങാവേണ്ടതും തണലാവേണ്ടതും നമ്മള് തന്നെയാ. എനിക്കറിയാം മോളെ, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, ഈ ബന്ധങ്ങളുടെ കാര്യത്തില് മോന്റെ മാനസിക നില കുറച്ച് പ്രശ്നമാണ്. കൂടെയുള്ള ഒരാൾ തളർന്നു വീണ അയാളത് താങ്ങില്ല. അച്ഛനും അമ്മയും മുത്തശ്ശിയും ഏട്ടനൊക്കെ അകപ്പെട്ടിരിക്കുന്ന അവസ്ഥ വളരെ കടുത്തതാ. ഇപ്പൊ മോൻ പോയിരിക്കുന്നത് തനിച്ചാണ്. പക്ഷേ ഇനി എങ്ങോട്ട് പോകുമ്പോഴും പരമാവധി മോളും കൂടെ പോവാൻ നോക്കണം. നമുക്കറിയില്ലല്ലോ മോളെ, എപ്പോഴാ ഒരാൾ പൂർണ്ണമായും തകർന്നു പോവാന്ന്. അച്ഛാ, വരുണും ആ വലിയ കുടുംബവും എനിക്ക് ഒരുപാട് സ്നേഹം തന്നിട്ടുണ്ട്, സ്ഥാനങ്ങൾ തന്നിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. അതിന് പകരം ഒന്നും എനിക്ക് തിരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പൊ ഈ സംഭവിച്ച കാര്യങ്ങളുണ്ടല്ലോ, അത് തിരിച്ചു കൊടുക്കാനുള്ള എന്റെ അവസരം. വരുണൊരു വീഴ്ച വരാതെ ഞാൻ നോക്കും. വരുണിന് പൊരുതാനുള്ള മനസ്സുണ്ടാക്കി കൊടുക്കും. എന്നിട്ട് വരുൺ ഇതൊക്കെ തിരിച്ചു നേരിടുന്നത് വരെ ശ്രമിക്കും. അതാ കുടുംബത്തിനോടുള്ള എന്റെ കടപ്പാടാ. നന്നായി മോളെ, ഇങ്ങനെയാണ് പെൺകുട്ടികൾ ചിന്തിക്കേണ്ടത്. സ്വന്തം നേട്ടങ്ങളല്ല, കുടുംബത്തിന്റെ നേട്ടമാണ് പ്രധാനം. ഭർത്താവിന്റെ അന്തസ്സിനും അതുവഴി സ്വന്തം അന്തസ്സിനും വേണ്ടി ചങ്കൂറ്റത്തോടെ നിൽക്കാൻ നിനക്ക് പറ്റണം. അത് ഞാൻ നിൽക്കും അച്ഛൻ, ഉറപ്പായിട്ടും അച്ഛൻ്റെ മോള് നിൽക്കും. ദേവേട്ട, മക്കൾ ഒരുപാട് പേരുണ്ടാവുന്നത് നല്ലത് തന്നെയാ. പക്ഷെ ആ കൂട്ടത്തില് ഇതുപോലെ ഒരുത്തിയും കൂടെ വേണം. എന്നാലും നമുക്കൊരു സമാധാനം ഉണ്ടാവും.